ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ആദ്യം ന്യൂസ് ഹെഡ്ലൈൻസ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. 11 മാസത്തെ ഏറ്റവും താഴ്ന്ന ഒരു ഡേറ്റ ആയിട്ടുള്ള 56.5 ആണ് വന്നത്. മിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ് വന്നത്. GDP ഡേറ്റ നെഗറ്റീവായിരുന്നു. അതിനുശേഷം GST ഡേറ്റ പോസിറ്റീവാണ്. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന മാനുഫാക്ചറിങ് ഡേറ്റ നെഗറ്റീവാണ്. 4 ദിവസത്തെ റാലിക്ക് ശേഷം ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $10 ഇടിഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ എല്ലാം തന്നെ വിൻഫോൾ ടാക്സ് സർക്കാർ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ റിലയൻസ് ഇന്ന് നേട്ടം കൈവരിച്ചു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കുറയുമെന്നാണ് അനുമാനം. കൂടാതെ ഇന്ത്യയുടെ Q2 GDP മാന്ദ്യം മാത്രമാണെന്നാണ് സാമ്പത്തിക കാര്യ വകുപ്പ് പറയുന്നത്. ഇത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു റാലിക്ക് ഇത് കാരണമായിട്ടുണ്ട്. റിലയൻസ്, ഇൻഫോസിസ്, HDFC ബാങ്ക് തുടങ്ങിയ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ സഹായത്തോടെ നിഫ്റ്റി 24,250 മുകളിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 445 പോയിന്റ് ഉയർന്ന് 80,248. നിഫ്റ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 145 പോയിന്റ് ഉയർന്ന് 24,276 ക്ലോസിംഗ് നടത്തി. ഡിഫൻസ് സെക്ടറിൻ്റെ ഭാഗത്തു നിന്ന് 1000 കോടി രൂപയുടെ ഓർഡർ കിട്ടിയ കാരണം കൊച്ചിൻ ഷിപ്പ്യാർഡ് 5% റാലി രേഖപ്പെടുത്തി. ഒട്ടുമിക്ക ഏഷ്യൻ വിപണിയും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏറെ നാളത്തെ ഒരു ഫോളിന് ശേഷം ഇപ്പം ഞാൻ ബൈ ചെയ്ത് വെച്ചിരിക്കുന്ന റേഞ്ചിലേക്കൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എത്തി. അത് മാത്രമല്ല ഇന്ന് ഞാനിപ്പോൾ നോക്കുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് എല്ലാം തന്നെ നഷ്ടത്തിൽ വിറ്റ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റി പറഞ്ഞത്. US ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യ സ്വഭാവമുള്ള US നേവി ഷിപ്പെല്ലാം തന്നെ അതിൻ്റെ എല്ലാം വർക്ക് കിട്ടിയ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അപ്പോൾ നഷ്ടത്തിൽ വിറ്റ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ കയറുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഉദ്ദേശം നമുക്ക് വേണം. ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് ടൈം ആണെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുണ്ടാകുന്ന ഒരു ഫോളൊക്കെ മറന്നു കളയുക. സ്റ്റോക്കിനെ വാങ്ങിക്കുക, അതങ്ങ് വിട്ടേക്കുക. ലോങ് ടൈം ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആളുകൾ മാർക്കറ്റ് ഇടിയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലും സെല്ല് ചെയ്ത് ഒഴിവാകുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടൊക്കെ വളരെ ലോങ് ടൈമായിട്ട് മാത്രമാണ് ആളുകൾ പരിഗണിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. എനിവേ, നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ ആദ്യത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, പെട്ടെന്നൊന്ന് ഇടിഞ്ഞു. അതിനുശേഷം 24,020 സപ്പോർട്ട് എടുത്തു. പിന്നീട് ഒരു ശക്തമായിട്ടൊരു റാലി. ഇന്നത്തെ ലോയിൽ നിന്ന് 293 പോയിൻറ്റിൻ്റെ ഒരു റാലി കണ്ടു. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും അൾട്രാടെക് സിമെൻറ്റ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഗ്രാസിൻ, ശ്രീരാം ഫിനാൻസ്, JSW സ്റ്റീൽ തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചപ്പോൾ HDFC ലൈഫ്, സിപ്ലയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്ന ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. NTPCയും SBI ലൈഫും ബ്രിട്ടാനിയയും, അപ്പോൾ ഇൻഷുറൻസ് മേഖലയുള്ള കമ്പനീസ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 95,000, ബ്രന്റ് ഓയിൽ 74, തൊട്ട് താഴെ ഗോൾഡ് കാണാം $15 ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് ഇന്ന് 2.5% സ്പൈക്ക് ചെയ്ത് 14.74. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. എല്ലാ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് 3 ഏറ്റവും താഴെ കാണാം. മിക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിൽ പോസിറ്റീവായിട്ട് തന്നെ ട്രേഡിംഗ് തുടരുന്നുണ്ട്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 24,276 ആണ് സ്പോട്ടുള്ളത്. ഡോട്ടഡ് ലൈൻ കാണാം. സ്പോട്ട് 24,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 24,000 ലെങ്ത് ആയിട്ടുള്ള ഒരു ബാർ കാണാം. അത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളാണ്. 23,500 അടുത്ത സപ്പോർട്ട് സോൺ ഉള്ളത്. 24,500, 24,800, 25,000 മേജർ റെസിസ്റ്റൻസ് സോണുകളാണ് ഉള്ളത്. കൂടുതൽ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്തതുകൊണ്ട് PCR 1.2 ആണ്. മാർക്കറ്റ് ഇനി ബുള്ളിഷ് ആണോ, ഒരു സാന്താക്ലോസ് റാലി എക്സ്പെക്റ്റ് ചെയ്യാമോ എന്നൊക്കെ ഉള്ള എന്നുള്ളതൊക്കെയാണ് അടുത്തുള്ള ചർച്ചകൾ. അപ്പോൾ ഡിസംബർ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായിട്ടും ഓപ്ഷൻ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നം ഏത് കോൺട്രാക്റ്റ് ചൂസ് ചെയ്യും. നിഫ്റ്റിയാണോ? ഇപ്പോൾ ഡെയിലി എക്സ്പയറിക്കുള്ള ആളുകൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ബാങ്ക് എക്സും അല്ലെങ്കിൽ നാളത്തെ ഫിൻ നിഫ്റ്റിയും മറ്റന്നാളത്തെ ബാങ്ക് നിഫ്റ്റിയൊന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഒരാഴ്ചയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലൊക്കെ മന്ത്ലി കോൺട്രാക്റ്റിലേക്കൊക്കെ ആളുകൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്. പല ആളുകളും വിളിക്കുന്നുണ്ട്. സംശയം ചോദിക്കാനായിട്ടൊക്കെ വിളിക്കുമ്പോൾ ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആളുകൾ ഈ ഡെറിവേറ്റീവിനെ പറ്റി യാതൊരു ധാരണയില്ലാതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചുമ്മാ ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കും, എന്താ സംഭവിക്കണമെന്ന് അറിയാനായിട്ട്. അങ്ങനെ പണം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ വളരെയധികം കൂടുതലുണ്ട്. അതായത് സ്റ്റോക്ക് ബൈ ചെയ്യാൻ എനിക്കറിയാം,
ഡെറിവേറ്റീവും അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയിൽ ട്രേഡ് ചെയ്യും. അവസാനം കൈ പൊള്ളും. അപ്പോൾ ഈഗോ ഹർട്ട് ചെയ്യും. വീണ്ടും ട്രേഡ് ചെയ്യും. വീണ്ടും കാശ് പോവും. അപ്പോൾ ഈഗോ കൂടുതൽ ഹർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ മാർക്കറ്റിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സെബി എന്ത് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് ലോട്ട് സൈസ് കൂട്ടിയിരിക്കുന്നത്. അറ്റ് ദ മണിയിൽ ബൈ ചെയ്യുമ്പോൾ നിഫ്റ്റിയൊക്കെ 25 75. അപ്പോൾ കൗതുകം കൊണ്ട് ട്രേഡ് ചെയ്യാൻ വരുന്ന ആളുകൾ അറ്റ് ദ മണിയിലൊക്കെ ബൈ ചെയ്യാനായിട്ട് വരുമ്പോൾ ലോട്ട് സൈസ് കൂടിയത് കാരണം അവർക്ക് അവരുടെ ആ ഒരു കൗതുകം എന്ന് പറയുന്ന ആ ഒരു ഫീല് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഏകദേശം ഒരു 15,000 രൂപയുടെയൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ബൈങ് കുറച്ചേക്കാമെന്നുള്ളതാണ് അനുമാനം. അപ്പോൾ ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. മസ്ഡോൺ ഡോക്ക് BL കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇന്ത്യയുടെ നേവിയുടെ ബന്ധപ്പെട്ടുള്ളൊരു ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് 1.25 lakh crores ഹെവി പ്രൊക്യൂർമെൻറ്റ് ഗവൺമെൻറ് ചെയ്യാനായിട്ടുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ ഇതിൽ ഈ കമ്പനികളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളായേക്കാം. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി 504 കോടി രൂപയുടെ ഓർഡർ രാജസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. IPO വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രോപ്പർട്ടി ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അവരുടെ IPO ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഡിസംബർ 4 ബിഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് REIT റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കമ്പനീസ് ചെയ്യുന്നത് വലിയ പോഷ് നഗരങ്ങളിൽ സ്ഥലം വാങ്ങിച്ച് ഓഫീസ് പണിത് മറ്റുള്ള IT കമ്പനീസിന് റെൻറ്റ് കൊടുത്ത് ആണ് ഇവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു വലിയ പോഷായിട്ടുള്ള ഏരിയയിൽ സ്ഥലം വാങ്ങിച്ചതുപോലെയാണ് REIT കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. കോൾ ഇന്ത്യ ഇവരുടെ പ്രൊഡക്ഷൻ 7.2% ഉയർന്നു. കോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, BPCLായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. 2 ന്യൂസ് ഉണ്ട്. ഡിക്സൺ ടെക്കും സമാനമായ രീതിയിൽ ജാപ്പനീസ് ബ്രോക്കറിംഗ് ഫേമായിട്ടുള്ള ന്യൂമോറ ഡിക്സൺ ടെക്കിനെ അപ്ഗ്രേഡ് ചെയ്തു. കൂടാതെ തന്നെ ഒരു IT കമ്പനിയായിട്ട് ഇവർ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. അക്സൈഡ് ടെക്നോളജി കമ്പനീസ് ഇവർ 10% ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് സബ്സിഡിയറീസ് ഇവർ ഫോം ചെയ്തിട്ടുണ്ട്. പ്രൈക്കോൾ കമ്പനി ഇവർ സുന്ദരം ഓട്ടോ യൂണിറ്റിൻ്റെ സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. 120 കോടി രൂപ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. PVR ഇനോക്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, പുഷ്പ 2 ഈ ഓൾറെഡി തന്നെ അവർ ഈ ഒരു ഫിലിം വരുന്നതിന് മുമ്പ് തന്നെ ഭീകരമായിട്ടുള്ള ബിസിനസ് നടത്തി എന്നുള്ളതാണ് ഈ പുഷ്പ 2നെ സംബന്ധിച്ചുള്ളത്. PVR ഇനോക്സ് കമ്പനീസിനൊക്കെ ആ ഒരു ബോക്സ് ഓഫീസ് വിജയം സ്വാഭാവികമായിട്ടും കമ്പനീസിന് ഗുണം ചെയ്തേക്കാം കേട്ടോ. അതായത് ഒന്നും ഒരു ഷുവർ ഷോർട്ടായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. CN ടെക് കമ്പനി ഒന്ന് UC ഉണ്ടായിരുന്നു, മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഓർഡർ കിട്ടി. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. NMDC കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ 17% ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. രാമ സ്റ്റീൽ ട്യൂബ് കമ്പനി ഇവർ പുതിയൊരു യൂണിറ്റ്, ഇവരുടെ ഒരു റിന്യൂവബിൾ എനർജി യൂണിറ്റ് ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ കമ്പനി ഇവർ ഫോം ചെയ്തു. വാരീസ് എനർജി കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ സപ്ലൈ മൊഡ്യൂൾസ് എല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. HCL ടെക് കമ്പനി ഗൂഗിൾ ക്ലൗഡായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി 2 ദിവസത്തെ ഒരു റാലിക്ക് ശേഷം ഇന്ന് 12% ഫോള്, ബോണസ് ഷെയറൊക്കെ കിട്ടിയെന്ന് കരുതുന്നു. മഹീന്ദ്ര SUVയുടെ സെയിൽസ് എല്ലാം തന്നെ 16% ഒരു റാലി ഉണ്ടാക്കി. മഹേന്ദ്ര M&M കേട്ടോ. അപ്പോൾ M&M ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് വ്യക്തിപരമായിട്ട് ഞാനായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒരാഴ്ചക്കകം ഞാൻ അനൗൺസ് ചെയ്യാം. ഒലനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ ബിസിനസ് എല്ലാം തന്നെ എക്സ്പാൻഡ് പോവാണ്. 4000 സ്റ്റോറുകളെല്ലാം തന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള ന്യൂസാണ്. അപ്പോൾ ഇതാണിപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ വൈകിട്ട് നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. വിശദമായി തന്നെയാണ് നമ്മൾ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും ഷെയർ ചെയ്യണം കേട്ടോ. ഒരു വിദ്വാൻ പറഞ്ഞു, രാവിലെ വിശദമായി എത്താമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. വിശദമായിട്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ന്യൂസ് പറഞ്ഞു പോകുന്നെങ്കിൽ കൂടിയും ഇത് കളക്ട് ചെയ്യാനായിട്ട് ചില്ലറ എഫേർട്ടല്ല ഉള്ളത്, വലിയ തോതിലുള്ള എഫേർട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂസ് കേൾക്കുമ്പോൾ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഇത് കേട്ട് പോകാം. പക്ഷേ ഈ ന്യൂസൊക്കെ നമ്മൾ കളക്ട് ചെയ്യണ്ടേ, അത് വലിയ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്.
അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.